എൻ്റെ പൊന്നു മക്കളെ, നമ്മളിപ്പോൾ സേലത്തുനിന്ന് കുറച്ച് മാറി, അതായത് ഒരു 5 കിലോമീറ്റർ മാറി നമ്മളിപ്പോൾ ഒരു പമ്പിലാണ്. നമ്മളൊരു 3:30 ആയപ്പോൾ സേലത്ത് എത്തിയതാണ് കേട്ടോ. എന്നിട്ട് അവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ നടന്ന് ഇപ്പോൾ ഒരു പമ്പിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നിവിടെ നൈറ്റ് ടെൻ്റ് അടിക്കാന്നുള്ള പ്ലാനിലൊക്കെ വന്നതായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞു, പിന്നെ ഇവിടെ പെർമിഷനും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ സമയം രാത്രി 12:05 ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനായ തിരുപ്പതിയിലേക്ക് പോവാണ്. അപ്പോൾ മുട്ടായി അവിടെ കാര്യങ്ങൾ പാക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഫോണും കാര്യങ്ങളൊന്നും ചാർജ് ഇല്ലായിരുന്നു, ചാർജിനൊക്കെ ഇട്ടു. ഇപ്പോൾ ഏകദേശം കാര്യങ്ങളെല്ലാം സെറ്റാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോകാനായിട്ട് പോവാണ്. നടന്ന് എന്തായാലും ഒരു പരുവായിട്ടുണ്ട് കേട്ടോ. സേലത്ത് നിന്ന് തിരുപ്പതി പോണ റൂട്ട് ഹൈവേ പിടിച്ചിങ്ങനെ നടക്കുക. ഈ തമിഴ്നാട്ടിൽ വണ്ടി ഓടിക്കുന്നതെല്ലാം ഭയങ്കര ഡേഞ്ചറായിട്ടാണ് കേട്ടോ. കണ്ണ് തെറ്റി ഈ വരേന്ന് ജസ്റ്റ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ അപ്പം ഇടിച്ചു എല്ലാവരും ഇങ്ങനെ കയറിയാ പറഞ്ഞത്. ഇവിടെയാണെങ്കിൽ ഇരിക്കാനായിട്ടൊരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ല, കണ്ടില്ലേ? ഇങ്ങനത്തെ വഴിയാ ഗൈസ്. അങ്ങനെ ഹൈവേ നിന്ന് അടുത്തൊരു ലോറി കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് ധർമ്മപുരി വരെ പോകും. നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ തിരുപ്പതിയാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു 80 കിലോമീറ്റേഴ്സ് പുള്ളിയുണ്ട്. പുള്ളി ഒരു ആന്ധ്രക്കാരനാണ്. അപ്പോൾ ടൈം 12:40 ആയിട്ടുണ്ട്. ഓക്കെ, നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. കുറച്ചേരൊന്നും ഉറങ്ങല്ലേ. എത്തിയിരിക്കുകയാണ് ഗൈസ്. കറക്റ്റ് 2 മണി. അപ്പോൾ വൈകുന്നേരത്തേക്ക് ഇവിടുന്ന് ഓൾറെഡി നല്ല ടയർഡാണ് ഗൈസ്. ഇവിടെ അടുത്ത് ഏതൊരു ടെമ്പിൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് നൈറ്റ് അവിടെ മോർണിംഗ് നമ്മൾ പോകാനായിട്ടുള്ള പ്ലാനിലാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു സ്പോട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിന്ന് അവിടെ ടെൻ്റ് അടിക്കാനുള്ള ഗൈസ്. നല്ല ടയേർഡാണ്, നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഹെൽത്തും സീനാവും ഗൈസ്. അതുകൊണ്ട് നമ്മൾ ടെൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇരുട്ടായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. എന്തായാലും ഒരു സേഫ് സ്പോട്ടാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ അടിക്കാന്നാണ് വിചാരിക്കുന്നത്. ഗുഡ് മോർണിംഗ്. Good morning. Morning. ഇതാണ് മക്കളെ ഇന്ന് നമ്മൾ ടെൻ്റ് അടിച്ച സ്പോട്ട്. ഗൈസ്, അങ്ങനെ ഫ്രഷപ്പ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ സമയം 9 മണിയായിട്ടുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് കേട്ടോ. ദോശ, സാമ്പാർ, പിന്നെ 3 ഐറ്റം ചട്നി ഉണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഫുഡ് കഴിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 10 മണിയായിട്ടുണ്ട്. ഇവിടെ നിന്നപ്പോൾ ഇനി നമ്മൾ തിരുപ്പതിയിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ഇന്ന് കുറച്ച് ചൂട് കൂടുതലാണ് കേട്ടോ. ഇതാണ് നമ്മൾ പോകുന്ന വഴി. ഇനിയുമുണ്ട് കഴിച്ച്, ഇനിയുമുണ്ട്. 1000കണക്കിന് കിലോമീറ്റേഴ്സ് ഇനിയും ഉണ്ട്. നമ്മൾ ഏകദേശം ഇപ്പോൾ 21 കിലോമീറ്റർ അടുപ്പിച്ച് ഈ വെയിലത്തൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അതിനെല്ലാ രസവും എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്ന കാഴ്ചകൾ, അതൊന്നും എന്റെ പൊന്നോ അതൊക്കെ എങ്ങനെ പറഞ്ഞു തരണം. നിങ്ങൾ തന്നെ കാണ്, കണ്ടോ? എന്ത് ഭംഗിയുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. ഈ ആകാശമൊക്കെ നോക്കിയേ, നമ്മള് പടം വരച്ചു വെച്ച പോലെയൊക്കെ ഇരിക്കുന്ന ആകാശമൊക്കെ. ഏകദേശം ഒരു 10-30 കിലോമീറ്റർ ആയി കേട്ടോ. നമ്മൾ നടന്നുകൊണ്ട് ചെന്നപ്പോഴത്തേനും നമ്മളെ കണ്ടൊരു വണ്ടിക്കാരൻ നിർത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം പുള്ളിക്കാരൻ്റെ അടുത്ത്. ഇപ്പോൾ നമുക്ക് ഇറങ്ങിയപ്പോഴത്തേനും ഒരു വണ്ടി കൈ കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പുള്ളിക്കാരൻ നിർത്തിയതായിരുന്നു, നമ്മളത് കണ്ടില്ല. 1 കിലോമീറ്റർ അടുപ്പിച്ച് പുറത്തു കൊണ്ട് നിർത്തി. നമ്മൾ വരുന്ന വഴിക്ക് പുള്ളിക്കാരനെ വേണ്ടി സ്പോട്ട് ചെയ്തു. പുള്ളി ബാംഗ്ലൂരാണ് പോകുന്നത്, നമുക്ക് പോകേണ്ടത് തിരുപ്പതിയാണ്. പുള്ളിക്കാരൻ സ്ട്രൈറ്റ് ആണ്, നമ്മുടെ വഴിയല്ല. അപ്പോൾ കൃഷ്ണഗിരി വരെ പുള്ളി കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം 3:25 ആയിട്ടുണ്ട്. എന്റെ പൊന്നോ, എന്തോ തളിയത്. മോനെ, ഇതാ റോഡ് ചെന്ന് നേരെ അവിടെ കയറണ പോലെ ഒരു ഫീലല്ലേ ആ മലേന്റെ വണ്ടിയിൽ. പുള്ളിക്കാരൻ നമ്മളെ ചെന്നൈ പോകുന്ന റോഡിലേക്ക് വിടാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടെ ആകുമ്പോൾ നമുക്ക് ടെന്റ് അടിക്കാനും അതിനൊക്കെ ആയാലും അത്യാവശ്യം നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടെന്നാ പുള്ളിക്കാരൻ പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങോട്ട് വിടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് കൃഷ്ണഗിരി ടോൾ പ്ലാസ. നമുക്ക് പോകാനുള്ളത് തിരുപ്പതിയിലേക്കാണ് കേട്ടോ. അപ്പൊ ഇവിടുന്ന് നേരെ ബാംഗ്ലൂരാണ്, ഈ റോഡ് നേരെ പോകുന്നത് ബാംഗ്ലൂരാണ്. നമുക്ക് ഈ പോകാനുള്ളത് ഇങ്ങോട്ടല്ല, തിരിച്ചടുത്തത്. നമുക്ക് ആ വഴിയാ പോകുന്നത്. അങ്ങോട്ട് അവിടെ പോയതിന് ശേഷം ഒരു 1 hour ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ, അവിടെ തിരുപ്പതി ഹൈവേയിലേക്ക്. അപ്പോൾ ഇനി അങ്ങോട്ടേക്കാ പോകാനുള്ളത്. ഇപ്പോൾ ടൈം 4:25 ആയിട്ടുണ്ട്. അല്ല, ബസ്സില്ല, ലോറി കിടക്കുന്ന സമയം 5:40 ആയിട്ടുണ്ട്. നടന്ന് ഒരു പരുവായി. അടുത്ത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് കേട്ടോ. ചൂടാ പഠിക്കാൻ പറ്റിയത്. ഊർജം വീണം. ഞാനൊരു അനാറ് ജ്യൂസ്. എന്റെ പൊന്നെ, ഞാൻ ഹൈവേ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ടൈം 7 മണിയായി കേട്ടോ. ഇതാണ് നമ്മുടെ തിരുപ്പതി ചെന്നൈ പോകുന്ന ഹൈവേ. ഇനി ഇതുവഴി എന്തായാലും നടക്കാം. നടന്ന് നമുക്ക് വണ്ടി എന്തെങ്കിലും കൂടെ കിട്ടുവാണോ നോക്കാം. ശ്രീകുട്ടൻ നടക്കുകയാണ് ഗായ്സ്. വണ്ടിയൊന്നും കിട്ടുന്നില്ല. ശ്രീകുട്ടൻ നേപ്പാൾ കറങ്ങാൻ ഇറങ്ങിയതാണ് ഗായ്സ്. കൂടെ ഞാനും സത്യം പറഞ്ഞ ഇന്ന് നല്ല രീതിയിൽ നടന്നു. കുറേ നടന്നു. ഇന്ന് ഏകദേശം 50-60 അടുപ്പിച്ച് നടന്നു. നമ്മളിന്ന് കുറച്ചു ദൂരം മാത്രമേ ഇന്ന് കിട്ടിയ ലിഫ്റ്റ്. അത് മൊത്തം ഹൈവേ ഓടിച്ചാണ് നടന്നത്. ദൈവദൂതനെ പോലെ ആരെങ്കിലും വരുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ വീണ്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും ഇരുന്നാലാണ് പ്രശ്നം, അല്ലാതെ നടന്നോണ്ടിരുന്നാ കുഴപ്പമില്ല. എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ തീന്ന് ഗൈസ്. പിന്നെ തീക്കെട്ടില്ല, മുട്ടായില്ല. കൊള്ളാം ഗൈസ്. ആകാശം, വണ്ടികൾ, മനുഷ്യർ, ഇതൊക്കെ കണ്ടിങ്ങനെ നടക്കാൻ ഗൈസ്. നമുക്ക് എന്തായാലും ഒരു നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഒരു കാര്യം ചെയ്യുന്നത്. എന്തായാലും നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണ്. എന്തായാലും ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല.
അതെ guys, നമ്മുടെ ജീവിതത്തിലായാലും ഓർമ്മിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു നിമിഷം വേണ്ടേ, അങ്ങനെ ഒരു മെമ്മറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന പെടാൻ പാടുകൾ പറയുന്നതൊക്കെ. ഗൈസ്, ഒരു വണ്ടി നിർത്തിയതാണെന്ന് തോന്നുന്നു ഗൈസ്. ഓട് 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 ഓട്. ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. അതിപ്പോ കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ ലക്ഷ്യമാണ് പ്രധാനം. ഗൈസ്, ഇപ്പോൾ ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട്, നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വരാം. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഗൈസ്, ഫുഡ് കഴിക്കാൻ നിർത്തി. നടന്ന് ക്ഷീണിച്ചിപ്പോൾ ഒരു ഹോട്ടൽ കണ്ട് ഇവിടെ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ആ ലോറിയിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഫുഡ് കഴിഞ്ഞു ഗൈസ്, നല്ല ഫുഡായിരുന്നു കേട്ടോ, നൈസ് ഫുഡായിരുന്നു. ഓക്കെ, അപ്പോൾ പോവാം. ഓക്കെ, നമ്മുടെ വണ്ടി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ, നല്ലൊരു പുള്ളിക്കാരനെ. തിരുപ്പതിക്ക് മുന്നേ ആയിട്ടാണ് എത്താനുള്ള പ്ലാനിലാണ്. രാവിലെ 6:30 ആയിട്ടുണ്ട് കേട്ടോ. തിരുപ്പതി എത്തിയിട്ടില്ല, തിരുപ്പതിയിലോട്ടാണ്. ഓ ഗായ്സ്, അപ്പോ തിരുപ്പതിയിൽ നിന്നും ഒരു 15 കിലോമീറ്റർ മാറി റേണിഗുണ്ട എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണിപ്പോ. ഇതാ കേട്ടോ, നമ്മളിപ്പോ ആന്ധ്രയാണ്. ഇവിടത്തെ സഞ്ചരിച്ചിപ്പോ ആന്ധ്ര എത്തിയിട്ടുണ്ട്. അണ്ണനായിരുന്നു കേട്ടോ നമ്മുടെ കൂടെ ഇത്ര നേരം ഉണ്ടായിരുന്നേ. താങ്ക് യു. നന്ദി. പാക്കല. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇറങ്ങാം കേട്ടോ. സാധനങ്ങളൊക്കെ ரொம்ப நன்றி. சரி നമ്മൾ ആന്ധ്രയുടെ മണ്ണിൽ കാൽ ചവിട്ടിയിരിക്കുകയാണ്. മുട്ടായിനെ കാണാൻ ഇപ്പൊ കറക്റ്റ് ഒരു ആന്ധ്ര ലുക്കുണ്ട് കേട്ടോ. തിരിച്ചു കാണിച്ചില്ല. വൈടാ വൈടാ അത് വൈടാ 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 നോയിട്ടാ വൈടാ. മുട്ടായി ആന്ധ്രൻ മുട്ടായി ആയിരിക്കുന്നു ഗൈസ്. ഓക്കെ, അപ്പൊ നമുക്കിനി ഒന്ന് ഫ്രഷ് ആവണം, ഫുഡ് കഴിക്കണം, എന്നിട്ട് ബാക്കി യാത്ര. ഓക്കെ, സമയം രാവിലെ 9:15. നമ്മളിപ്പോ ആന്ധ്രാപ്രദേശിലെ റേണിഗുണ്ട എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ്. നമ്മുടെ തിരുപ്പതിയിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ മാറി. നമുക്കിനി അങ്ങോട്ടേക്കാണ് പോകാനുള്ളത് കേട്ടോ. അടുത്ത റൂട്ട് നെല്ലൂരാണ്. അപ്പോൾ അതിന് അങ്ങോട്ടാണ്. അതിനെല്ലാം മുന്നേ നമുക്കൊന്ന് ഫ്രഷ് ആവണം, ഫുഡ് കഴിക്കണം.